1945 ഹിറോഷിമയിൽ ഒരു അറ്റോമിക് ബോംബ് എക്സ്പ്ലോഡ് ചെയ്തു. ഏകദേശം 452 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്തത്. ഹിറോഷിമയിലും നാഗാസാക്കിയിൽ വെച്ച് നടന്ന ബോംബിങ്സിലൂടെ ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ മരിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ബോംബിന്റെ ബ്രൈറ്റ്നെസ് എന്തോരുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഈ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ബ്രൈറ്റ്നെസ് നമ്മുടെ സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഈ ബോംബിനോട് ചേർന്ന് നിന്നിട്ട്, അതായത് മുട്ടി നിന്നിട്ട് ഞാൻ ഈ ബോംബ് ഒന്ന് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബ്രൈറ്റ്നെസ് എന്തോരം ഉണ്ടാവും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. എന്നാൽ ഞാനൊരു ഞെട്ടിക്കുന്ന സംഭവം പറയാം. അതായത് നമ്മുടെ സൂര്യൻ ഇപ്പൊ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ബോംബിന്റെ അടുത്ത് നിന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ബ്രൈറ്റ്നെസിനേക്കാളും ഏകദേശം 1 ബില്യൺ, അതായത് 100 കോടി മടങ്ങ് ബ്രൈറ്റ്നെസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതായത് ഈ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഈ വീഡിയോയിൽ നമ്മുടെ യൂണിവേഴ്സിലത്തെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ളതും ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ, ഒരു പാവം പിടിച്ച പാർട്ടികൾ കാരണം എങ്ങനെയാണ് ഉണ്ടായത്, അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ ഫോം ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു സ്റ്റാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ. കാരണം ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിലത്തെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് ആ ഒരു എൻറ്റയർ ഗാലക്സിയുടെ അകത്തുള്ള സ്റ്റാറുകളെക്കാൾ കൂടുതൽ ബ്രൈറ്റ് ആയിരിക്കും. ആ ഗാലക്സിയിൽ കണ്ടുവരുന്ന എല്ലാ സ്റ്റാറുകളുടെയും ബ്രൈറ്റ്നെസ് കമ്പൈൻ ചെയ്താൽ അതിനേൽ കൂടുതൽ ബ്രൈറ്റ് ആയിരിക്കും ഈ സൂപ്പർനോവയുടെ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്ര ഫിറോഷ്യസും അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇനി അറിയാത്തവർക്ക് പറയാം, സൂപ്പർനോവ എന്ന് പറയുന്നത് ഒരു സ്റ്റാറിന്റെ ലൈഫ് സൈക്കിളിൽ അറ്റമെത്തുമ്പോൾ ആ സ്റ്റാർ പൊട്ടിത്തെറിക്കുന്ന ഒരു ഫിനോമിനയാണ് നമ്മൾ ശരിക്കും സൂപ്പർനോവ എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിലത്തെ തന്നെ ഇത്ര ഫിറോഷ്യസ് ആയിട്ടുള്ള ഒരു ഇവന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സൂര്യൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതായത് സൂര്യൻ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടർ തന്നെയാണ്. അതായത് സെൽഫ് സസ്റ്റൈനിങ് ന്യൂക്ലിയർ റിയാക്ടർ ആണ്. അതായത് സൂര്യന്റെ അകത്ത് ഒരുപാട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോ ഇതിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ പ്രഷറും അത്യാവശ്യം എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ആറ്റംസ് ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ആറ്റം, അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ അവിടെ സംഭവിക്കും. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുമ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഹൈഡ്രജൻ ആറ്റംസിൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുമ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ഓഫ് എനർജി റിലീസ് ചെയ്യുകയും ഈ എനർജിയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഭയങ്കര വലിയൊരു എനർജി ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു എനർജിയാണ് നമ്മുടെ സൂര്യനെ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും നമ്മുടെ സൂര്യൻ വർക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ സൂര്യൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഹൈഡ്രജൻ ഫിഷന് വേണ്ടി ഉപയോഗിച്ച് അവസാനം ഈ ഹൈഡ്രജൻ ഒക്കെ തീർന്നു തുടങ്ങും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ സൂര്യന് ഏകദേശം ഒരു 3.5 ബില്യൺ to 4 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും സംഭവിക്കുക എന്നാണ് നമുക്ക് അറിയുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മുടെ സൂര്യനെ എപ്പോഴും കംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സംഭവത്തിനെ എതിർത്ത് നിൽക്കുന്നത് സൂര്യന്റെ അകത്തുള്ള ആ ഒരു റേഡിയേഷൻ പ്രഷർ കാരണമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ഹൈഡ്രജൻ ആറ്റം കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹീലിയം ആറ്റമായിട്ട് മാറുമ്പോൾ അവിടെ ചെറിയ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഒരുപാട് സംഭവിക്കുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള പ്രഷർ ഫോം ചെയ്യും. ഇതിനാണ് നമ്മൾ റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഡിയേഷൻ പ്രഷർ നമ്മൾ സൂര്യനെ ഇങ്ങനെ വീർപ്പിക്കാൻ നോക്കും, അതായത് ഇങ്ങനെ വലുതാക്കാൻ നോക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാവിറ്റി സൂര്യനെ ചെറുതാക്കാനും നോക്കുന്നുണ്ട്, ഈ റേഡിയേഷൻ പ്രഷർ നമ്മുടെ സൂര്യനെ വലുതാക്കാനും നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ഇക്വിലിബ്രിയം ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ 2 ഫോഴ്സസ് നമ്മൾ ഇങ്ങനെ ബാലൻസ് ആവും, അത് ഈക്വലി ബാലൻസ് ആവും, അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കും. അങ്ങനെയാണ് നമ്മുടെ സൂര്യൻ ഇങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ്ലി ബാലൻസ് ആയിട്ട് ഇങ്ങനെ സ്ഫിറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ നമ്മുടെ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യന്റെ അകത്തുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഒക്കെ പയ്യെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഈ സൂര്യന്റെ അകത്തുള്ള ന്യൂക്ലിയർ ഫ്യൂഷന്റെ റേറ്റ് കുറയും. അതായത് നമ്മുടെ സൂര്യന്റെ അകത്ത് നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷന്റെ അളവ് കുറയും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ റിസൾട്ടന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ സൂര്യന്റെ അകത്തുള്ള ന്യൂക്ലിയർ ഫ്യൂഷന്റെ അളവ് കുറയുമ്പോൾ ഇതിന്റെ അകത്തുള്ള ആ ഒരു പ്രഷറില്ലേ, റേഡിയേഷൻ പ്രഷറിന്റെ സ്ട്രെങ്ത്തും കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ മേജർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പയ്യെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം അറിയായിരിക്കും. അതായത് നമ്മളൊരു സംഭവത്തിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അത് ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാവിറ്റി കാരണം നമ്മുടെ ഈ സൂര്യന്റെ കോർ ഇങ്ങനെ പയ്യെ കംപ്രസ് ആയി വരികയാണ്. കാരണം ഇതിനകത്തുള്ള റേറ്റ് ഓഫ് ഫ്യൂഷൻ കുറഞ്ഞല്ലോ, അതുകൊണ്ട് ഇത് കംപ്രസ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക?
ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടില്ലേ? കാരണം ഇവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ പ്രഷറൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ സൂര്യന്റെ കോറിന്റെ അകത്ത് കണ്ടുവരുന്ന ടെമ്പറേച്ചറും പ്രഷറൊക്കെ ഭയങ്കര ഡ്രമാറ്റിക്കലായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ അത് ഫേവർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പോണൻഷ്യലി ആയിട്ട് നമ്മുടെ സൂര്യന്റെ അകത്ത് കണ്ടുവരുന്ന കുറച്ച് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് ഫ്യൂസ് ചെയ്ത് ഇതിന്റെ ടെമ്പറേച്ചർ പിന്നെയും കൂടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യന്റെ അകത്ത് കണ്ടുവരുന്ന, അതായത് സൂര്യന്റെ കോറിൽ കണ്ടുവരുന്ന റേഡിയേഷൻ പ്രഷർ പിന്നെയും ഡ്രമാറ്റിക്കലി കൂടുകയും നമ്മുടെ സൂര്യൻ പയ്യെ എക്സ്പാൻഡ് ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, കാരണം ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് കൂടുതൽ പ്രഷർ, ഇവിടെ റേഡിയേഷൻ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിലൊരു പ്രഷറിന്റെ കളിയാണ്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് കംപ്രസ് ചെയ്യാൻ നോക്കും, ഇവിടെ ടെമ്പറേച്ചർ കൂടും, അവിടെ പിന്നെ അങ്ങനെ പോകും. അങ്ങനത്തെ ഒരു കളിയാണ് ശരിക്കും ഇവിടെ സംഭവിക്കുക കുറച്ച് ആൾ കഴിയുമ്പോൾ. അങ്ങനെ കുറച്ച് നാളുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സൂര്യന്റെ അകത്ത് കണ്ടുവരുന്ന ഹൈഡ്രജൻ ആറ്റംസ് പൂർണ്ണമായിട്ടും തീർന്നു പോവുകയും അതിനകത്തുള്ള റേഡിയേഷൻ പ്രഷർ കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആവുകയും ഇവിടെ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമ്മുടെ സൂര്യൻ പയ്യെ ചുരുങ്ങി അതിന്റെ അകത്തുള്ള ഇലക്ട്രോൺസും കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറും. അങ്ങനെ സമയം കടന്നു പോകുമ്പോൾ നമ്മുടെ സൂര്യൻ പയ്യെ അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ ലൂസ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ നിൽക്കും. ഓക്കെ, അതാണ് നമ്മുടെ സൂര്യന്റെ അവസാനം. ഈ ഒരു സംഭവമാണ് നമ്മുടെ സൂര്യന് സംഭവിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ സൂര്യനിലും ഒരു 8 to 20 മടങ്ങ് മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാറിനാണ് ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നതെങ്കിൽ അവിടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. അതായത് ഇവിടെ വൈറ്റ് ഡ്വാർഫിന്റെ ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരിക്കില്ല. ആ സ്റ്റാറിന് സൂപ്പർനോവ സംഭവിക്കാം, അത് ന്യൂട്രോൺ സ്റ്റാർ ആവാം, അത് മേ ബി ബ്ലാക്ക് ഹോൾ വരെ ആവാം. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞ സ്റ്റോറിയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാറിന്റെ അകത്ത് കണ്ടുവരുന്ന ഹൈഡ്രജൻ ആറ്റംസ് പയ്യെ ഡിപ്ലീറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിനകത്തുള്ള റേഡിയേഷൻ പ്രഷറൊക്കെ പയ്യെ കുറഞ്ഞു വരികയും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ കൂടി വരികയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കംപ്രസ് ചെയ്തിട്ട് കംപ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചറും പ്രഷറൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് അവിടെ റേറ്റ് ഓഫ് ഫ്യൂഷൻ കൂടുകയും ഇത് പിന്നെ പയ്യെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഇതിന്റെ അകത്തുള്ള സംഭവം കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ്, അതായത് ഹൈഡ്രജൻ അതിന്റെ ഇന്ധനം കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആകുമ്പോൾ അത് വീണ്ടും പയ്യെ കംപ്രസ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ സ്റ്റാറുകളിലും സെയിം ആയിട്ടാണ് സംഭവിക്കുന്നത്. ഈ കംപ്രസ് ആവുന്ന സ്റ്റേജസിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്റ്റാറുകൾ തമ്മിൽ വ്യത്യാസം വരുന്നത്. അതായത് ഒരുപാട് മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണെങ്കിൽ ഈ കംപ്രസ് ചെയ്യുമ്പോൾ അതിന് സംഭവിക്കുന്ന ചേഞ്ചസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ വളരെ സ്ലോ ആയിട്ടായിരിക്കും പറയുന്നത്, കാരണം ഞാൻ ഇത്ര നേരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സൂര്യന്റെ അകത്തുള്ള ഹൈഡ്രജൻ ആറ്റംസ്, അതായത് ഇന്ധനം മുഴുവനും തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഫോഴ്സ് ഏതായിരിക്കും? പുറത്തുനിന്ന് വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതായത് നമ്മുടെ സൂര്യനിൽ മാസീവ് ആയിട്ടുള്ള സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടുതലായിരിക്കും. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ മാസിനെയാണ്. അതായത് ഒരുപാട് മാസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കും. ചെറിയ മാസ് ആണെങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനനുസരിച്ച് കുറവായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സൂര്യനും വലിയൊരു സ്റ്റാറിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭയങ്കര എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കംപ്രഷൻ ഫോഴ്സ് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂര്യന്റെ അകത്ത് ഇത്രയും നാളും ഹൈഡ്രജൻ ഹീലിയമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹീലിയം ആറ്റംസ് നമ്മുടെ സൂര്യന്റെ കോറിന്റെ അകത്ത് ഉണ്ട്. അങ്ങനെ നമ്മുടെ സൂര്യന്റെ കോറിന്റെ അകത്ത് ഹീലിയം മാത്രമായിട്ട് മാറും. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭയങ്കര എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കംപ്രഷൻ ഭയങ്കര എക്സ്ട്രീം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 200 മില്യൺ ഡിഗ്രി കെൽവിൻ ആണ്. ഓക്കെ, അപ്പൊ അത്രയും ഭയങ്കര മാസീവ്, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ സൂര്യന്റെ കോറിന്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ ഈ ഹീലിയം ആറ്റംസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ആയിട്ടുള്ള എലമെന്റ്സ് ആയിട്ട് മാറും. അതായത് കാർബൺ ആറ്റംസ് ആയിട്ട് മാറും. അങ്ങനെ നമ്മുടെ ഹീലിയം കോർ ഈ കംപ്രഷൻ സ്ട്രെങ്ത് കാരണം പയ്യെ കാർബൺ ആയിട്ട് മാറും. അതിനുശേഷം ഈ കാർബൺ കോർ അവിടെ വെറുതെ നിൽക്കില്ല. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഈ കാർബണും പിന്നെ നിയോൺ ആയിട്ട് മാറും. ഓക്കെ, അതായത് കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് മാറും. അതിനുശേഷം നിയോൺ ഓക്സിജൻ ആയിട്ട് മാറും, ഓക്സിജൻ സിലിക്കൺ ആയിട്ട് മാറും, സിലിക്കൺ നിക്കലായിട്ട് മാറും, പിന്നെ നിക്കൽ ഡീകേ ചെയ്തിട്ട് അയേണിന്റെ കോറായിട്ട് മാറും. അയേൺ കോറിൽ നിൽക്കുന്നതാണ് ശരിക്കും ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ വലിയ ഹീലിയത്തിന്റെ കോറ് പയ്യെ ചുരുങ്ങി വലിയ ഹെവിയർ എലമെന്റ്സ് ആവുകയും അത് അവസാനം ഡീകേ ചെയ്തിട്ട് അയേണിന്റെ കോറായിട്ട് മാറും. ഏകദേശം ഒരു കുറച്ച് 100 കിലോമീറ്റർ ഡയമീറ്റർ മാത്രമുള്ള ഒരു അയേണിന്റെ കോറായിട്ട് മാറും. ഈ ഒരു സിറ്റുവേഷനിൽ അയേൺ കോറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 2.5 ബില്യൺ ഡിഗ്രി കെൽവിൻ ആണ്. അത് എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. കാരണം ഇത്ര കംപ്രഷൻ അവിടെ വരുന്നുണ്ട്.
അതിനുശേഷമാണ് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരു ന്യൂട്രോൺ സ്റ്റാർ ഫോം ചെയ്യുന്നത്. അതായത് ഈ അയേണിന്റെ അകത്ത് കുറെ എലിമെന്ററി പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. ഈ എലിമെന്ററി പാർട്ടിക്കിൾസ് ഒക്കെ ഫോഴ്സ്ഫുള്ളി കമ്പൈൻ ചെയ്യും. കാരണം എന്താ? ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഈ എലിമെന്ററി പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്യുകയും അത് ന്യൂട്രോൺസ് ആവുകയും ചെയ്യും. ഈ ന്യൂട്രോൺസ് ആവുന്ന സമയത്ത് അവിടെ ന്യൂട്രിനോസ് എന്ന് പറഞ്ഞ സംഭവം കൂടി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ മാസീവ് ആയിട്ടുള്ള സ്റ്റാർ ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും. ചില സമയങ്ങളിൽ നമ്മുടെ സ്റ്റാറിന്റെ മാസ് ഭയങ്കര എക്സ്ട്രീം, ഭയങ്കര വലിയൊരു സ്റ്റാർ ആണെങ്കിൽ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കുറച്ചും കൂടി എക്സ്ട്രീം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിവിടെ ന്യൂട്രോൺ സ്റ്റാർസിന്റെ അവിടെ വെച്ച് നിൽക്കില്ല, പിന്നെയും ചുരുങ്ങിയിട്ട് അത് ഇൻഡെഫിനിറ്റ്ലി ചുരുങ്ങി അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഒരു ബ്ലാക്ക് ഹോൾ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കിനി പയ്യെ സൂപ്പർനോവയിലോട്ട് വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൈ കംപ്രഷനിലും ഹൈ ഡെൻസിറ്റിയിൽ നിൽക്കുന്ന ഈ അയൺ കോർ പിന്നെയും ചുരുങ്ങിയിട്ട് അത് ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറുകയും ഈ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അവിടെ ഒരുപാട് ന്യൂട്രിനോസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ന്യൂട്രിനോസിന് ഒരു കുഴപ്പമുണ്ട്, അത് ഒന്നിനോട് റിയാക്ട് ചെയ്യാത്തൊരു സംഭവമാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിലൂടെ ഇപ്പൊ ഏകദേശം 1 ബില്യണോളം ന്യൂട്രിനോസ് കടന്നു പോകുന്നുണ്ടാവും. അതായത് നമ്മുടെ സ്പേസിൽ നിന്ന് ഒരുപാട് ന്യൂട്രിനോസ് ഇങ്ങനെ കടന്ന് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അതായത് ന്യൂട്രിനോസ് എന്ന് പറയുന്നത് ഭയങ്കര ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവത്തിനെ പിടിച്ചു നിർത്തുന്നത് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ന്യൂട്രോൺ സ്റ്റാർ ആകുമ്പോൾ ഒരുപാട് ന്യൂട്രിനോസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ അയൺ കോർ എന്ന് പറയുന്നത്, അതായത് ഈ കോർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഡെൻസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ന്യൂട്രോൺസ് ഒക്കെ ഇതിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത്, അതായത് പുറത്തേക്ക് പോകാൻ സമ്മതിക്കാണ്ട് ഈ കോറിന്റെ അകത്ത് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ സൂര്യന്റെ കോറിന് ചുറ്റും ഒരുപാട് പാർട്ടിക്കിൾസും മാറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കാരണം ഈ കോറിനോട് വന്ന് ചേരും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ഭയങ്കര വലിയൊരു വയലന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കും. ഇതിനാണ് നമ്മൾ ശരിക്കും സൂപ്പർനോവ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ഒരു സൂപ്പർനോവ സംഭവിക്കുന്നത്. അപ്പൊ ഈ സൂപ്പർനോവ സംഭവിക്കാനുള്ള മെയിൻ റീസൺ ഈ ന്യൂട്രിനോസ്, അതായത് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഈ പാർട്ടിക്കിൾസ് ഈ ഒരു കോറിന്റെ അകത്ത് ഭയങ്കര ഹൈ ഡെൻസിറ്റിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ സംഭവത്തിന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് പോവുകയും ഇത് വയലന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ആവുകയും മാറും. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ശരിക്കും സൂപ്പർനോവ എന്ന് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിന് വേണ്ടിയിട്ടായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അധികം ആൾക്കാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു ടോപ്പിക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ മിക്കവരും ഇരുന്ന് കാണില്ല. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു സൂപ്പർനോവ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നോ ഏതെങ്കിലും ഒരു വീഡിയോന്നോ ഷോർട്സിൽ നിന്നോ ഒക്കെ നിങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ലോകത്തിലത്തെ യൂണിവേഴ്സിലത്തെ ഏറ്റവും വലിയ എക്സ്പ്ലോഷൻ ആണ് സൂപ്പർനോവ, ഹിറോഷിമയിൽ വലിയൊരു എക്സ്പ്ലോഷൻ ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു അടിത്തറ ബേസിക് എന്ന് പറയുന്നതാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് സെക്ഷനാണോ മനസ്സിലാവാത്തത് അതൊന്നും കൂടി ഇരുന്ന് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഡെയിലി നോക്കുമ്പോൾ നമ്മുടെ ചാനലിൽ എങ്ങനെ പോയാലും ഒരു 500 കമന്റ്സിന്റെ മുകളിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുകയെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്കവർക്കും റിപ്ലൈ തരാത്തത്. എന്നാലും ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് സൂപ്പർനോവയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്നുള്ളത്. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അധികം ആൾക്കാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പാരലൽ യൂണിവേഴ്സിനെ പറ്റിയിട്ടും വേം ഹോൾസിനെ പറ്റിയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടത്. എന്തായാലും നമ്മൾ ഇനി അടുത്ത മിക്കവാറും അതായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.